ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഡെർമാക്കോ എന്ന ബ്രാൻഡിൻ്റെ സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറത്തെ കുറിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സ്നെയിൽ മ്യൂസിന് ഒരു അഫോർഡബിൾ റേഞ്ചിൽ നോക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്നെയിൽ പെപ്റ്റൈഡ് ഹൈഡ്രേറ്റിംഗ് സിറത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം തന്നെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാമേജ്ഡ് സ്കിന്നൊന്ന് സൂത്ത് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഫേസിൽ വരുന്ന ഡാർക്ക് സ്പോട്ട്, സ്കാർസ് ഇതൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്കിന്ന് നല്ല ഡള്ളായിട്ടിരിക്കുകയാണ്, സ്കിന്ന് നല്ല റഫാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ സ്കിന്നിലെ ഡിസ്കളറേഷൻസ് ഉണ്ട്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്കിൻ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 96 സ്നെയിൽ മ്യൂസിൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 96% സ്നെയിൽ സെക്രീഷൻ ഫിൽട്രേറ്റ് വരുന്നുണ്ടെന്നാണ്. സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനും സ്കിൻ റിപ്പയർ ചെയ്യുന്നതിനും സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ ഹെൽപ്പ് ചെയ്യും. അടുത്തത് 2% പെപ്റ്റൈഡ് കോംപ്ലക്സ് ആണ് വരുന്നത്. ഇത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 2% നയസിനമൈഡ് വരുന്നുണ്ട്. ആക്നെ സ്കാർസ് റിഡ്യൂസ് ചെയ്യുന്നതിനും സ്കിൻ ടോൺ ഒന്ന് ഇംപ്രൂവ് ആകുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഗ്ലിസറിൻ, സോഡിയം ഹൈഡ്രേറ്റ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഹ്യൂമക്ടൻസ് ആയിട്ടും മോയ്സ്ചറൈസേഴ്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. സ്കിൻ ഹൈഡ്രേഷൻ കൂട്ടാനും സ്കിൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാതെ വരുന്ന ഇൻഗ്രീഡിയൻസും അതിന്റെ പർപ്പസ് ഒക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പ്രിസർവേറ്റീവ്സ് ആയിട്ടും തിക്കനിങ് ഏജന്റ് ആയിട്ടൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ വരുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ ഒരു സ്നെയിൽ പെപ്റ്റൈഡ് ഹൈഡ്രേറ്റിംഗ് സിറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യം ക്ലെൻസ് ചെയ്യുക, അതിനുശേഷം ഒരു ടോണർ ഉപയോഗിക്കാവുന്നതാണ്. ടോണർ നിർബന്ധമല്ല. ഈ ഒരു സിറം ഒരു ഡാം സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ടോണർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ സ്പ്രേ ചെയ്ത് ഒന്ന് ഡ്രൈ ആകുമ്പോൾ തന്നെ ആ ഒരു ഡാം സ്കിന്നിൽ തന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ്ലി അബ്സോർബ് ആവുന്നവരെ ജെന്റ്ലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കാം. ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഡെയിലി 2 നേരം ഉപയോഗിക്കുക. പിന്നെ പറയാനുള്ളത്, ഈ ഒരു സിറം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രീസി ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പാരബൻ സൾഫേറ്റ് ഫ്രീ ആണ്. എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നുണ്ട്. എന്നാലും ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. ചിലർക്ക് സ്കിന്ന് ഡാർക്ക് ആകാനും ബ്രേക്ക് ഔട്ട്സ് വരാനും സ്കിന്നിൽ ഇച്ചിങ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടു, അത് കാരണം എടുത്ത് പറഞ്ഞതാണ്. പാച്ച് ടെസ്റ്റ് എടുത്തിട്ട് മാത്രം ഉപയോഗിക്കുക. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 30 ml പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കുക. 399 ആണ് വരുന്നത്. 80 ml അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം 80 ml ബോട്ടിൽ നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യാവുന്നതാണ്. പാച്ച് ടെസ്റ്റ് എന്താണ്, പാച്ച് ടെസ്റ്റ് എങ്ങനെയാണ് എടുക്കുക, ഏതൊക്കെ പ്രൊഡക്റ്റ് ഏതൊക്കെ രീതിയിലാണ് എടുക്കുക എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരെ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.